ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ്, അതായത് കേസരി. അപ്പൊ കേസരി എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം. അപ്പൊ ഇതിനു മുൻപ് ഞാൻ നമ്മുടെ പ്രഷർ കുക്കറിൽ റവ കേസരി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് പൈനാപ്പിൾ കേസരി എന്ന് പറഞ്ഞ പേരിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സേമിയ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള കേസരി. അപ്പോൾ മധുര പലഹാരങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ കേസരി എന്ന് പറയുന്നത്. അപ്പൊ ശരവണഭവനിൽ പോകുമ്പോഴാണ് ഞാൻ കൂടുതൽ കേസരി കഴിച്ചിട്ടുള്ളത്. അവിടുത്തെ കേസരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെയ്യൊന്നും ഇല്ലാതെ അത്യാവശ്യം മീഡിയം മധുരത്തിലുള്ള കേസരി. ആ രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ച് ഫീഡ്ബാക്ക് തരാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ കൊണ്ടാട്ടം ഒരുപാട് പേര് തയ്യാറാക്കിച്ച് എനിക്ക് ഇൻസ്റ്റയിലേക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീക്കെൻഡ് അല്ലേ വരുന്നേ, അപ്പൊ കൂടുതൽ പേര് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള സേമിയ കേസരി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നെയ്യിലാണ് സാധാരണ രീതിയിൽ ഇത് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നെയ്യൊന്ന് ഉരുകട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായി ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് ആദ്യം തന്നെ ഒരു 5 or 6 അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയൊരു ഗോൾഡ് കളർ വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. നല്ല ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് കിസ്മിസ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നും കുണ്ടുമണികളായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നെയ്യൊക്കെ പോയി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം. ഇട്ട് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് സൂക്ഷിക്കണേ. ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ കിട്ടുന്ന സേമിയ ഒരു മഞ്ഞ കളറാണ് കേട്ടോ. എൻ്റെ പണ്ട് ഞാൻ ഇതേപോലെ സേമിയ പായസം വെച്ചപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ വെച്ചാൽ മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നതെന്ന്. എനിക്ക് ഇവിടെ കിട്ടുന്ന മഞ്ഞ കളറാണ്. ഇവിടെ കിട്ടുന്നത് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സേമിയ വെള്ളയാണെങ്കിലും മഞ്ഞയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നീളത്തിലുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചെയ്താലും മതി. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. സേമിയൊക്കെ കംപ്ലീറ്റ് എടുക്കണമെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഇതിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ എല്ലാം നടുവിലോട്ട് കൊണ്ടുവരാം. അതിനുശേഷം പ്ലേറ്റിലോട്ട് വടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. കടായി എടുക്കുക, അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സേമിയ അളന്നെടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2.5 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പ്. ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ലേ, മധുരമുള്ള എന്തായിട്ട് ഇടുമ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. പ്രത്യേക ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഏലക്കയുടെ പൊടി. നമുക്ക് ഏലക്കയുടെ പൊടി കുറച്ച് കഴിഞ്ഞ് പിന്നെയും ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഫ്രഷായി പൊടിച്ചിട്ടുള്ള ഏലക്കയുടെ പൊടിയാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കളറാണ്. കളർ ഓപ്ഷനിലാണ് കേട്ടോ. ശരവണഭവനിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കേസരി കഴിക്കാനാണ്. അപ്പോൾ അവരുടെ കേസരി എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറിലിരിക്കുന്നതാണ് ഈ സേമിയ കേസരി. അതേസമയം റവ കേസരി എന്ന് പറയുമ്പോൾ മഞ്ഞ കളറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കളർ ചേർക്കാതെയും ഉണ്ടാക്കാം. മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ലുക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ വെള്ളം തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുക്കാവണേ. ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് കുക്കായിക്കോളും. ഈ വെള്ളമൊക്കെ വറ്റി വരും അപ്പോഴേക്കിനും. അതിനുശേഷമാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേമിയ കുക്കാവില്ല. അപ്പോൾ എപ്പോഴും സേമിയ കുക്കായതിനു ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ആയിക്കോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാം. എന്താ അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാറ്റം വരുത്തണം. ഇപ്പോൾ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതേസമയം നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വേണം. ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് ഒരു 5-6 മിനിറ്റ് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വരുള്ളൂ. ഇങ്ങനെ വിട്ട് നിൽക്കണം. അപ്പോൾ ഇതാദ്യം തന്നെ നന്നായി കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ആ വാസന, അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന കാർഡമം പൗഡറിൻ്റെ, അതായത് ഏലക്കയുടെ ഒക്കെ വാസന കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്ന് കുറുകി വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്താൽ ഓവറായിട്ട് എനിക്ക് ഒരു മത്ത് പോലെ വരും, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒരുപാട് ഡ്രൈ ആക്കണ്ട. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ തണുക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ട് മാറും. അതുകൊണ്ട് ചെറിയൊരു ലൂസായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിതങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ചൂടോടുകൂടിയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തണുത്തിട്ടും സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന റവ കേസരി നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, സൂപ്പറായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോയെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരു വായ കഴിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെയ്യ് വളരെ കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചൊരു ഹൽവ പരിവായി പോകും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് പരമായിട്ട് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തനിയെ ഇതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കണം. അപ്പോൾ നെയ്യ് ഒരുപാട് ഒഴിക്കേണ്ടതേ ഉള്ളൂ, പക്ഷേ കുറച്ചെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാലാണ് ഇതുപോലെ കിട്ടുള്ളൂ നമുക്ക്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈയിടെയായിട്ട് കിട്ടുന്ന പഞ്ചസാരയ്ക്ക് ഒരുപാട് അങ്ങനെ മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പ് ചേർത്തിരിക്കുന്നത്. അതേസമയം നല്ല മധുരമുള്ള പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് മതിയാകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നോക്കുക. അതിനുശേഷം വേണമെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കാരണം ആദ്യമേ തന്നെ ഒരുപാട് മധുരമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വായ ഞാൻ കഴിച്ച് നോക്കട്ടെ. അതെ വാ, ശരവണ ഭവനിലത്തെ അതേ ടേസ്റ്റ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നല്ല പാകത്തിന് മധുരവും എല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ കേസരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേതൊന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മഹാത്മാഗാന്ധി ഓരോ ദിവസം ഓരോ രൂപമാണല്ലോ. എന്തൊക്കെ കാണണം ഞാനിവിടെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോക്ക്ഡൌൺ ഒക്കെ വട്ടായ അല്ല, നിനക്ക് ഓരോരോ പുതിയ ഭർത്താക്കന്മാരെ കിട്ടിക്കോട്ടെ. അന്ന് ഫുൾ പഠിച്ച ഭർത്താവായിരുന്നു. ഇത് മാത്രം വെച്ച ഭർത്താവ്. ഒരു ഭർത്താവിന് തന്നെ മതി. എനിക്ക് പോകണ്ടില്ല. അപ്പൊ നിനക്ക് ഭാര്യ മാറ്റണോടാ? ഞാൻ ഇടയ്ക്ക് മാറ്റാറുണ്ടല്ലോ. എങ്ങനെ? നീ എന്തോ ഓരോ രൂപത്തിലല്ലോ. ചിലപ്പോ ഭദ്രകാളി, ചിലപ്പോ സുഭദ്ര, ചിലപ്പോ ലക്ഷ്മി ദേവി, ചിലപ്പോ മുടി ഇങ്ങനെ മുകളിലേക്ക് നിൽക്കും, ചിലപ്പോ ഒക്കെ ഒട്ടിയിരിക്കും. ചിലപ്പോ താടക, ചിലപ്പോ ഇടിമ്പി. അവിടെ എന്താ പാളം? നന്ദോ, ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട്